ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുട്ടി ട്രിപ്പാണ്. നമ്മൾ വാഗമൺ വരെ പോവാണ്. വാപ്പിയുടെ ഫ്രണ്ടും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പോകുന്നു, നാളെ വരുന്നു എന്നുള്ള രീതിക്കാണ്. ഇത് ആക്ച്വലി കുറേ നാളുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഈ 2 ദിവസം പോകാൻ വേണ്ടി എത്ര പ്ലാൻ നടത്തിയെന്നറിയോ. നമുക്ക് ഓരോ ഡേറ്റും ഓരോ തിരക്കും ഒക്കെ ആയിട്ട് നീണ്ട് ജനുവരി തൊട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത് ഫെബ്രുവരി ആയി. ഇന്നാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇൻ്റർണൽ എക്സാം തുടങ്ങാറായി. നെക്സ്റ്റ് വീക്ക് എക്സാം തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് റമദാൻ മാസമാണ്, നോമ്പ് കാലമാണ്. അപ്പോൾ പിന്നെ ട്രിപ്പും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എങ്കിൽ പിന്നെ ഈ ഒരു ദിവസം പോയി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കാമെന്ന് കരുതി നമ്മളെല്ലാവരും ഒരു കാറിലാണ് പോകുന്നത്. ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേ വരുവാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഞാൻ കൊറിയർ അയക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്ത് വിട്ടിട്ട് വേണം എനിക്കൊന്ന് ട്രിപ്പ് പോകാനായിട്ട്. അപ്പോൾ പോകെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി നമുക്കിനി പോകെ കാണിക്കാം. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ 2 ദിവസത്തേക്ക് ഫുൾ ട്രിപ്പിലായിരിക്കും. ഞാനെന്തായാലും ആദ്യമേ തന്നെ ബാക്കിൽ കയറി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പിയാണ് വീടൊക്കെ പൂട്ടി എല്ലാം സെക്യൂർഡ് ആയിട്ട് ഇറങ്ങാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഗിഫ്റ്റ് കൊടുക്കുകയും വേണം. അപ്പോൾ അത് DTDCയിലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ആ സ്നാക്സിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പായസം വേണം, പായസം വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. ഒരു സംശയം, കഴിക്കാനാണോ ഈ കയറി വരുന്നതെന്നുള്ള. ആർക്കവിടെ പായസം വേണ്ടേ? സീരിയസ്ലി ഞാൻ പോയില്ല. വീട് വിട്ടിറങ്ങിയിട്ട് അധികം നേരമായിട്ടില്ല. അപ്പോഴേക്കും നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പായസമായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടു. അത്ര ഓവറായിട്ടുള്ള മധുരമൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ ആ ഒരു കപ്പ് പായസം അത്രയും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റെ ഒരു മത്ത് പിടിച്ചത് മാറാനായിട്ട് ഒരു കിടപ്പങ്ങ് കിടന്നു. എല്ലാവരും ഓഫായി കേട്ടോ. എല്ലാവരും തുടക്കം തന്നെ നല്ല ഉറക്കം, ആ ഒരു വൈബിലായിരുന്നു. പിന്നെ അങ്ങോട്ട് സെറ്റായി. ഇറങ്ങി ആവേശമൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ വാഗമൺ എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി ബിരിയാണി ആട്ടോ. ഇത് ഉമ്മശി വീട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ വഴിയിൽ നല്ലൊരു ഷെഡൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തി നല്ലപോലെ അങ്ങോട്ട് ബിരിയാണി കഴിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഫസ്റ്റ് തന്നെ പോകുന്നത് പൈൻ ഫോറസ്റ്റിലോട്ടാണ്. ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് 1 ഡേ വാഗമൺ പോയിട്ട് വരുന്ന ആ ഒരു രീതിക്കാണ് പോയിട്ടുള്ളത്. സ്റ്റേ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ വാഗമൺ പോകുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത് അതൊന്ന് എക്സ്പ്ലോർ തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ദിവസം പോയിട്ട് അന്ന് തന്നെ വന്നാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. കണ്ടാ പറയൂ, എല്ലാരും കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് വരുന്നതാണ്. നോക്കുന്നുണ്ട്. അല്ല ഇങ്ങനെ ആക്കുമ്പോ ചെവി പൊങ്ങും. അതോ ശരി എന്നാ. ഇത് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം. കാരണം ഇങ്ങനെ വെച്ചാ പരിഷ്കാരി ലുക്ക്. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് എന്റെ കണ്ണ് കാണാവോ? ഇല്ല. ഇങ്ങനെ നോക്കുന്നത് കാണാവോ? ഇതൊരു പ്രത്യേകത ഉള്ളതല്ലേ? എനിക്ക് അകത്തുനിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റരുത്. അപ്പൊ ചേച്ചി ഒരു സ്പെക്സ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ടൂർ വന്നതാട്ടോ അവിടെ പൈൻ ഫോറസ്റ്റിലോട്ട്. അങ്ങനെ അവരെയൊക്കെ കണ്ടു. ചെറിയ ഒരു കണ്ണാടി വെച്ചപ്പോഴത്തേക്ക് എങ്ങനുണ്ട്? അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഓരോരോ പരിപാടികളൊക്കെ ആയിരുന്നു ഇതുപോലെ. എന്താണ് നിനക്ക് ഈ ഒരു പൈൻ ഫോറസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്? പറ. നല്ല പേടിയുണ്ട് സത്യം പറഞ്ഞ. എന്തിന്? വീണുപോയാൽ കിട്ടത്തില്ല ഗൈസ്. ഞങ്ങളിവിടെ പൈൻ ഫോറസ്റ്റ് വന്ന് അത്യാവശ്യം നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് ഇനി നമ്മൾ നേരെ എങ്ങോട്ടാന്ന് അറിയത്തില്ല, എങ്ങോട്ടേലും ഒക്കെ പോകണം. എന്തായാലും നല്ല ഫോട്ടോസ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ ചായക്കാരനാ. കൂട്ടത്തിലെ ചായ കുടിക്കുന്ന ഇവനേ ഉള്ളൂ. ഭയങ്കര ചായപ്രിയന. സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ തന്നെ അടിച്ച് വീഴും. സൂപ്പറായിട്ട് വീഴും. ഒരാവേശത്തിന് അങ്ങ് ഇറങ്ങി നടന്നു വന്ന് തിരിച്ച് കയറാൻ പറ്റുന്നില്ല. വയ്യ ഗൈസ്.
അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം കൊള്ളാത്തൊരു ചായയും കുടിച്ചിട്ടാണ് നമ്മൾ നേരെ വാഗമൺ എത്തിയത്. വാഗമൺ നമ്മൾ അവിടെ തന്നെ കുറച്ചുള്ളിലോട്ട് ഒരു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിൽ കയറിയതും പാട്ടൊക്കെ ഇട്ട് ഫുൾ ഓൺ ആയിരുന്നു. എല്ലാവരും ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ കോപ്പിറൈറ്റ് കാരണം ഞാൻ അധികം സോങ്സ് ഒന്നും ഇടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഫുൾ ഇട്ടേനെ. ഞാനപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഈവനിങ് ഒക്കെ അല്ല, അപ്പോൾ നമ്മൾ താഴോട്ടിറങ്ങാൻ വേണ്ടി വിചാരിച്ചു. ഞാനപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കാൻ നേരം വാപ്പി പാട്ടൊക്കെ കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. കൊള്ളാല്ലേ? ഒരു കിളി പോയിരുന്നെങ്കിൽ. പിന്നെ ഇപ്പോൾ ഇവിടെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് റീൽസ് എടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി റീൽസിൻ്റെ ഒക്കെ പരിപാടിയിലോട്ട് പോയി. ഗൈസ്, ഇവിടെ ഒരു റീൽസ് എടുക്കുന്നതിൻ്റെ ഇതിലാണ്. മീൻസ് നമ്മളിങ്ങനെ ഫോൺ ഇങ്ങനെ ബാക്ക് ക്യാമറ വെച്ചിട്ട് തിരിച്ച് ഓടത്തില്ലേ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. സെൽഫി സ്റ്റിക്ക് ബാഗ് അതിലാണ്. ഓക്കെ, നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വാപ്പിക്ക് ഇതുവരെയുള്ള ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം വളരെ വാപ്പയൊക്കെ ഭയങ്കര വൈബ്, ഡാൻസ് കളിക്കുക. അങ്ങനെ നമ്മുടെ റൂമിൽ നിന്ന് ജസ്റ്റ് ഈ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെയാണ്. ഈ റീൽസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പാട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ തന്നെ പാടി കളിക്കും. അങ്ങനെ അവിടെ നിന്ന് കളിച്ച് ക്ഷീണിച്ച് നമ്മൾ നേരെ ടൗണിലോട്ട് ഇറങ്ങി ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അത് അതിലും ശോകം. അങ്ങനെ കുറേ നേരം ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ അടിച്ചു പൊളിച്ചു. കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, കോപ്പിറൈറ്റ് വീഴുന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ നല്ല ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല തണുപ്പത്ത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ എന്നോ നടക്കാൻ പോകുന്ന കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒപ്പന പ്രാക്ടീസ് ആണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും നേരത്തെ കിടന്നുറങ്ങിയപ്പോഴത്തേക്കും ഒരു 12-12:30 ആയപ്പോഴേക്കും അവിടെ നിന്ന് തേയിലത്തോട്ടം നിന്നങ്ങ് കത്തുക. സംഭവം എന്താണെന്ന് വെച്ചാൽ ഫുൾ തീ പിടിച്ചു. ഞങ്ങൾ പിന്നെ നാട്ടുകാരെ ഓടി വരണേ തീ പിടിച്ചെന്നൊക്കെ പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം രാവിലെയാണ് അറിയുന്നത് അത് അവർ തീ ഇട്ടതാണ് ആക്ച്വലി. അങ്ങനെ എന്നാലും രാവിലെ ആയപ്പം ഭയങ്കര തണുപ്പ്. ഗൈസ്, അങ്ങനെ നമ്മൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര തണുക്കുന്നു. എനിക്കിവിടെ കുഞ്ഞുങ്ങൾ പോലും കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് നിൽക്കുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പാടാ തണുപ്പ്. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, എനിക്കൊഴിച്ച്. എനിക്ക് തണുപ്പ് പറ്റുന്നില്ല, കാറ്റ് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നെന്നറിയോ? കാശ്മീർ അല്ലെങ്കിൽ മണാലി പോയിട്ട് മഞ്ഞ് തൊടുക, നടന്നത് തന്നെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും. എനിക്ക് തണുപ്പ് പറ്റത്തില്ല ഗൈസ്, ഒട്ടും പറ്റത്തില്ല. ഞാനിവിടെ സൂര്യപ്രകാശം വാങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് വയ്യ. വലിയ കാര്യത്തിൽ ട്രിപ്പ് വന്നതാ, എനിക്ക് പറ്റുന്നില്ല, തണുക്കുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടി വന്നിട്ട് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളിപ്പം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടുത്തെ ചായ ഒന്നും കൊള്ളത്തില്ല കേട്ടോ. ഇവിടുത്തെ സോഡാ ലൈമും ചായയും ഒന്നും പോരാ, ഒട്ടും കൊള്ളത്തില്ല. എങ്കിലും ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണി ആയപ്പോൾ അവിടുത്തെ തേയിലത്തോട്ടത്തിൽ തീ പിടിച്ചു. അതാ ഞാൻ നിങ്ങളെ ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ കാണിച്ചത്. ഫുള്ള് തീ പിടിച്ചു. സെറ്റായിരുന്നു കാണാനായിട്ട്. കുറേ പേര് അവിടെ പറയുന്ന കേട്ട് കാട്ടുതീയാന്നൊക്കെ. കാട്ടുതീയൊന്നുമല്ല, ചുമ്മാ മറ്റേ എന്തോ പടരുമല്ലോ, കാറ്റ് കാരണം അങ്ങനെ കയറി അങ്ങ് മൊത്തത്തിൽ കത്തി. കുറുക്കം പോലെ അങ്ങ് കത്തിച്ചവർ.
അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അതുപോലെ ഒരു ഓട്ടച്ചായയും കൂടെ കുടിച്ചപ്പോൾ സമാധാനമായി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പ് കേക്കും കൂടെ കഴിച്ചു. അങ്ങനെ നേരെ ഞങ്ങൾ റൂമിലോട്ട് പോയി. പിന്നെ എല്ലാവരും ആ ഒരു റൂമിൽ സംസാരിച്ച് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ നേരെ ട്രക്കിങ്ങിന് വേണ്ടി പോവാണ്. എൻ്റെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് എത്രത്തോളം തണുത്തിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ടൗണിൽ തന്നെ ഈ ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഗായ്സ്, ഇവിടുത്തെ ഫുഡ് സെറ്റായിരുന്നു. നമ്മൾ തലേന്നത്തെ ആ സോഡ ലൈമിൻ്റെയും ചായയുടെയൊക്കെ ആ ഒരു വിഷമമൊക്കെ ഒറ്റയടിക്ക് മാറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ ഉച്ചയ്ക്കും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫുഡിനെല്ലാം. ഒരിക്കലും ഇല്ലാത്ത തൊട്ട് ട്രക്കിങ്ങിന് പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഒത്തിരി അങ്ങ് കഴിക്കുകയും ചെയ്തു. കഴിച്ചതൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടി ട്രക്കിങ്ങിന് പോവാം. ഹലോ ഗായ്സ്, പിന്നെ ട്രക്കിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ ആ വണ്ടിയിലല്ലായിരുന്നു, ഞങ്ങൾ എയറിലായിരുന്നു. ഫുൾ പൊടിയും കുറച്ച് കല്ലും മണ്ണും ഒക്കെ ആയിട്ട് ഞങ്ങൾ എയറിലായിരുന്നു. ഇവിടെ ചെറുതോണി കുളമാവി രാവിലെ ചേർന്ന് ചെറുതോണി അതാണിത്. നമുക്ക് വല്ലതും വന്ന് നോക്കിയാൽ മനസ്സിലാവൂ. അത് വന്ന് നമ്മുടെ കൃഷി അത് കേരളത്തെ ഇന്നത്തേക്ക് മറ്റേ ഈ ചൂട് ഓവറായിട്ട് ഇപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ചേട്ടൻ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി നൈസായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെന്തായാലും എവിടൊക്കെയോ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൊടി കാരണം ലാസ്റ്റ് ഇതായിരുന്നു ഞങ്ങളുടെ കോലം. പിന്നെ ഇത് സ്ഥലം വന്നിട്ട് ഇടുക്കി ഡാമിൽ വന്ന് അടിയുന്ന വെള്ളമാണെന്നൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ. മറന്നുപോയി ഗൈസ്. എന്തുവാണേലും നിങ്ങൾക്കറിയാമെങ്കിൽ, അല്ല എനിക്കറിയത്തില്ല, സംഭവം ഇതൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതും എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതും ഞാൻ മറന്നുപോയി. പിന്നെ ആ ഒരു ടണലിൽ നിന്ന് ഒരു ചെറിയ റീലെടുത്ത് ഹോയ് ഹോയ് ഒക്കെ പറഞ്ഞിട്ട് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സൂയിസൈഡ് പോയിന്റിലോട്ടാണ്. ഇത് നമ്മൾ കാണുമ്പോൾ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ ആ ചേട്ടൻ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ജീപ്പ് നിർത്തിയ രീതിക്കാണ് സൂയിസൈഡ് പോയിന്റിൻ്റെ ആ ഒരു മുന്നിൽ നമ്മൾ എന്താ കണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ, അത്രയ്ക്ക് വിഷയമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് ഫ്രഷായി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് വാപ്പി ഷൂ ഇട്ട് തരും കേട്ടോ. എനിക്ക് ഷൂ ഇടുന്ന അത്ര ഇഷ്ടമല്ല, പക്ഷെ വാപ്പിയുടെ നിർബന്ധത്തിൻ്റെ പ്രകാരം ഇടുവാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക, ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുക. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് എന്തായാലും വെക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകാനായിട്ടാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി അവിടെ നിൽക്കുകയാണ്. ഇനി പക്ഷേ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാൽ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ സാധാ ഊണ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വാഗമൺ പോകുന്നുണ്ടെങ്കിൽ വാഗമൺ ടൗണിൽ തന്നെ ആയിട്ടാണ് ഈ ചിന്നൂസ് എന്നാണെന്ന് തോന്നുന്നു ഹോട്ടലിൻ്റെ പേര്. നല്ല അടിപൊളി ഊണാണ്. എല്ലാ ഫുഡും നമ്മൾ അവിടെ നിന്ന് കഴിച്ചതൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നേരെ വെയിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാനായിട്ടാണ്. അവിടെ നമുക്ക് കുറച്ച് പേർക്കൊക്കെ അലൗഡ് ഉള്ളൂ കയറാനായിട്ട്. കുറേ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലപോലെ നല്ല കട്ട വെയിലും കൊണ്ടിട്ടാണ് നേരെ ചെന്ന് കയറുന്നതും. വടച്ചോനെ ഗൈസ്, എല്ലാവർക്കും ഭയങ്കര പരാതിയായിരുന്നു നീളം കുറഞ്ഞു പോയെന്ന്. പേടി ലെവൽ ലേശം എൻ്റെ ഉമ്മാക്കില്ല. ഭയങ്കര വൈബ്. ഇതൊക്കെ ടാൻ അടിക്കാനുള്ളതാണ് കാണുമ്പോ. വന്നു, നമുക്കുള്ള സമയമായി. നമ്മളെ മാടി മാടി വിളിച്ചതാണ് നിങ്ങളാ കേൾക്കുന്നത്. 5 മിനിറ്റ് നമുക്ക് പറ്റൂ. ദൂരേന്ന് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടപ്പോൾ നീളം അത്ര പോരാ, കുറച്ചുകൂടി ആവായിരുന്നു എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കയറിയപ്പോൾ എല്ലാവരുടെയും കിളി പോയി. പിന്നെ 5 മിനിറ്റ് നമുക്ക് അവിടെ അലൗഡ് ആയിട്ടുള്ള നിൽക്കാനായിട്ട്. അവർ വിസിലടിക്കുമ്പോൾ ഇറങ്ങണം.
ഇവർക്ക് ആർക്കും ഡാൻസ് കളിച്ചോ റീലെടുത്തോ ഒരു ശീലവും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ കൂടി ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവിടെ നിന്നിട്ടുള്ള റീലും ഞാൻ ഓൾറെഡി ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. ഇതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ടോട്ടലി ഓഫ് ആയിട്ടുണ്ടായിരുന്നു, കാറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ 2 ദിവസത്തെ വാഗമൺ വിശേഷങ്ങളൊക്കെ. നേരെ വീട്ടിൽ ചെന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.